നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് വലിയ തരത്തിലുള്ള പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ യൂണിവേഴ്സിറ്റിയുടെ സുരക്ഷാ സേനയും ഉണ്ട് അവിടെ. നേരത്തെ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. നിലവിൽ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകിക്കൊണ്ട് കൃത്യമായ കോടതി ഉത്തരവിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കേരള സർവകലാശാലയുടെ നിയമന അധികാരി സിൻഡിക്കേറ്റ് ആണെന്നിരിക്കെ ആ സിൻഡിക്കേറ്റിൻ്റെ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് VC ഇറക്കിയ നിർദ്ദേശം അനിൽകുമാറിനെ ചുമതലയിൽ നിന്ന് നീക്കുകയും മിനി കാപ്പന് ചുമതല നൽകുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഏറ്റവും കടുത്ത ഒരു നടപടി എന്ന് പറയുന്നത് രജിസ്ട്രാർ ആയിരിക്കുന്ന അനിൽകുമാറിനെ പ്രവേശിപ്പിക്കരുത്, തടയാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ കൃത്യമായി തന്നെ ഒരു സർവകലാശാലയുടെ ഭരണം സ്തംഭിപ്പിക്കാൻ വേണ്ടി വൈസ് ചാൻസലറും ചാൻസലറും തന്നെ ശ്രമിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിറങ്ങിയ ഉത്തരവ് കൂടി. എന്താണ് ഇത് സംബന്ധിച്ച് കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? നിലവിലെ രജിസ്ട്രാർ അനിൽകുമാർ അവിടെ എത്തിച്ചേർന്നോ? സിജു, ഏതായാലും കേരള സർവകലാശാലയെ സംഘർഷഭരിതമാക്കുക എന്നുള്ളത് തന്നെയാണ് VCയുടെയും ചാൻസലറുടെയും ലക്ഷ്യം എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള സർവകലാശാല ആസ്ഥാനത്ത്. ഇവിടെ ഈ ഭാഗത്താണ് രജിസ്ട്രാർ. ഈ ഭാഗത്തൂടിയായിരിക്കും രജിസ്ട്രാർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുക. പക്ഷേ രജിസ്ട്രാർ ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇവിടെ ആണ് സാധാരണ രീതിയിൽ അദ്ദേഹം വന്നിറങ്ങി അകത്തേക്ക് കയറുന്ന ഇടമെന്ന് പറയുന്നത് ഇവിടെയാണ്. പക്ഷേ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാറിനെ തടയണം എന്നുള്ളൊരു നിർദ്ദേശമാണ് നിലവിൽ വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്, സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. അതാണ് അല്പസമയം മുമ്പ് സിൻഡിക്കേറ്റ് അംഗം ഷിജു ഖാനും വ്യക്തമാക്കിയത്. ആർക്കും രജിസ്ട്രാറെ തടയാൻ സാധിക്കുകയില്ല, അത്തരത്തിൽ ഒരു നീക്കവും അംഗീകരിക്കില്ല, അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യം തന്നെയാണ് ഷിജു ഖാൻ വ്യക്തമാക്കിയത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട് എത്രത്തോളം പോലീസിനെയാണ് ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ളത്. അത് അത്രത്തോളം സംഘർഷഭരിതമാകാനുള്ള ഒരു സാഹചര്യം കേരള സർവകലാശാലയിൽ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് അത്തരത്തിൽ കൂടുതൽ സുരക്ഷയ്ക്കായി കൂടുതൽ പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത്. അതിനൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഡോക്ടർ മിനി കാപ്പന് രജിസ്ട്രാറുടെ ചുമതല നൽകാൻ സിസ തോമസ് ചുമതലയിലുണ്ടായിരുന്നപ്പോൾ തീരുമാനിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ ഉത്തരവ് ആ ദിവസം ഇറങ്ങിയിരുന്നില്ല. അതിൻ്റെ ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ രജിസ്ട്രാർ കഴിഞ്ഞ ദിവസം അവധി അപേക്ഷ നൽകുമ്പോൾ പോലും VC സ്വീകരിച്ചൊരു നിലപാടെന്ന് പറയുന്നത് താങ്കൾ ഇപ്പോൾ ഇവിടുത്തെ രജിസ്ട്രാർ അല്ല, അതുകൊണ്ട് അവധി അനുവദിക്കാൻ സാധിക്കുകയില്ല. അതിന് രജിസ്ട്രാർ കൃത്യമായ മറുപടിയും നൽകിയിരുന്നു. താനാണ് സിൻഡിക്കേറ്റാണ് തന്നെ ചുമതല ഏൽപ്പിച്ചത്, താൻ ഇപ്പോഴും കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ, അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ താൻ ജോലിക്ക് ഹാജരാകും എന്നുള്ള കാര്യം കൂടി രജിസ്ട്രാർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇനി രജിസ്ട്രാർ ഇവിടേക്ക് കേരള സർവകലാശാലയിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. എത്തിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യം എന്താണ് എന്നതായിരിക്കും ഇനി ഏത് രീതിയിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക എന്നുള്ളത് തീരുമാനിക്കുക. പ്രത്യേകിച്ചും സിൻഡിക്കേറ്റ് അംഗങ്ങൾ വലിയ പ്രക്ഷോഭത്തിൽ തന്നെയാണ്, വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. അത്തരത്തിലൊരു നീക്കമുണ്ടായാൽ അതിനെതിരെ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ സിൻഡിക്കേറ്റും തീരുമാനിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുൻപ് തന്നെ ഈ VCയുടെയും ചാൻസലറുടെയും ഒക്കെ നടപടികൾക്കെതിരെ SFIയുടെ പ്രക്ഷോഭം കഴിഞ്ഞ ദിവസം നമ്മൾ കേരള സർവകലാശാല ആസ്ഥാനത്ത് കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ ഇന്നിപ്പോൾ DYFIയുടെ പ്രതിഷേധം കേരള സർവകലാശാലയിലേക്ക് നടക്കാനിരിക്കുന്നു. SFIയുടെ പ്രക്ഷോഭം രാജ്ഭവനിലേക്ക് നടക്കാനിരിക്കുന്നു. അങ്ങനെയുള്ള പ്രക്ഷോഭങ്ങൾ ഈ കേരള സർവകലാശാലയ്ക്ക് മുന്നിലും രാജ്ഭവനിലും ഒക്കെയായി നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സർവകലാശാലയ്ക്കകം കൂടി കൂടുതൽ സംഘർഷഭരിതമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി VCയുടെ പ്രവർത്തനം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് എടുത്തു പറയേണ്ടത്. സിജു.